1947 തന്നെ പാകിസ്ഥാനിലെ ഭീകരവാദികളെ ഇന്ത്യ നേരിട്ട് അടിച്ചൊതുക്കേണ്ടതായിരുന്നു. ഉരുക്കുമനുഷ്യൻ എന്ന് വിളിക്കുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഉപദേശം അന്ന് അവഗണിക്കപ്പെട്ടു. അന്നത്തെ കോൺഗ്രസ് സർക്കാർ കേട്ടെന്ന് പോലും നടിച്ചില്ല. അനുഭവിക്കുന്നത് ഇന്നത്തെ ഇന്ത്യൻ ജനതയെന്ന് വെളിപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷമുള്ള ആദ്യത്തെ ഭീകരാക്രമണം നടന്നത് 1947. അന്ന് തന്നെ കശ്മീർ തീവ്രവാദികളെ ഫലപ്രദമായി നേരിടേണ്ടതായിരുന്നു. ഇന്ന് ഇന്ത്യ അനുഭവിക്കുന്നത് പതിറ്റാണ്ടുകളായി രാജ്യത്തെ ബാധിച്ച അതേ ഭീകരതയുടെ വികല രൂപമാണെന്നാണ് ഗുജറാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെളിപ്പെടുത്തിയത്. അതിൽ പറഞ്ഞതിലൊക്കെ സത്യം മാത്രമേ ഉള്ളൂ. 1947 പാകിസ്ഥാനെതിരായ സൈനിക ആക്രമണം പാക് അധിനിവേശ കാശ്മീർ തിരിച്ചു പിടിക്കാതെ മുന്നോട്ട് പോകരുതായിരുന്നുവെന്ന് ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി കൂടിയായിരുന്ന ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ അന്ന് വാദിച്ചിരുന്നു. എന്നാൽ അന്നത്തെ കോൺഗ്രസ് സർക്കാർ ആ ഉപദേശം അവഗണിച്ചു. പ്രധാനമന്ത്രി ആ വിഭജന ദിവസത്തെ വിവരിച്ചത് ഇങ്ങനെയാണ്: 1947 മദർ ഇന്ത്യയെ 3 ഭാഗങ്ങളായി വിഭജിച്ചപ്പോൾ ആ രാത്രിയിൽ തന്നെ കശ്മീരിൻ്റെ മണ്ണിൽ ആദ്യത്തെ ഭീകര ആക്രമണം നടന്നു. മദർ ഇന്ത്യയുടെ ഒരു ഭാഗം മുജാഹിദീൻ എന്ന പേരിൽ പാകിസ്ഥാൻ ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുത്തു. അവിടെ നിന്നുമാണ് പാകിസ്ഥാൻ്റെ പാക് അധിനിവേശ കാശ്മീർ കുൽസിത ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. അതേ ദിവസം ഈ മുജാഹിദീനുകൾ എന്ന് വിളിക്കുന്നവരുടെ മരണക്കുഴിയിലേക്ക് തള്ളിവിടേണ്ടതായിരുന്നു. പാക് അധിനി കശ്മീരിനെ തിരിച്ചു പിടിക്കുന്നതുവരെ സൈനിക നടപടി നിർത്തരുതെന്ന് സർദാർ വല്ലഭായ് പട്ടേൽ പലകുറി അന്നത്തെ നെഹ്റു സർക്കാരിനോട് പറഞ്ഞു. എന്നാൽ സർദാറിൻ്റെ വാക്കുകൾ ആരും കേട്ടില്ല. കഴിഞ്ഞ 75 വർഷമായി ഇതേ മുജാഹിദീനുകളുടെ രക്തച്ചൊരിച്ചിൽ തുടരുകയാണ്. പഹൽഗാമിൽ സംഭവിച്ചത് അതിൻ്റെ വികലമായ രൂപമാണ്. 75 വർഷമായി നാം ഇത് അനുഭവിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തത്. ആരായിരുന്നു ഇന്ത്യയുടെ ആ ഉരുക്കു മനുഷ്യൻ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലും തുടർന്നുള്ള വെല്ലുവിളി നിറഞ്ഞ പല ഘട്ടങ്ങളിലും സംഭവങ്ങളിലും ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന് വിളിക്കുന്ന സർദാർ വല്ലഭായ് പട്ടേൽ നിറഞ്ഞു നിന്നിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കഴിവ് രാജ്യം കണ്ടത് അനുനയിപ്പിക്കാൻ പറ്റുന്ന നയതന്ത്രം, തന്ത്രപരമായ ചർച്ചകൾ, ആവശ്യമുള്ളപ്പോൾ എടുക്കുന്ന ഉറച്ച നിലപാടും നടപടിയും. ഇതിലൂടെ 560-ലധികം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ സംയോജിപ്പിച്ചത് ഈ സർദാർ വല്ലഭായ് പട്ടേലാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഉരുക്കു മനുഷ്യൻ എന്ന് വിളിക്കുന്നത് ഇന്നും. 1947 ഒക്ടോബറിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന് തൊട്ട് പിന്നാലെ പാകിസ്ഥാനിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഗോത്ര പോരാളികൾ പാക് സൈന്യത്തിൻ്റെ പിന്തുണയോടെ ജമ്മു കാശ്മീരിൽ അധിനിവേശവും തുടങ്ങി. ഇന്ത്യയിലേക്ക് ചേരുന്നതിന് മുമ്പ് നാട്ടുരാജ്യത്തെ ബലമായി പാകിസ്ഥാനിലേക്ക് കൂട്ടിച്ചേർക്കുക എന്ന ലക്ഷ്യത്തോടെ മുജാഹിദീനുകൾ ശ്രീനഗറിലേക്ക് മുന്നേറും വ്യാപകമായ അതിക്രമങ്ങൾ അന്ന് അഴിച്ചുവിട്ടു. പ്രതിസന്ധി രൂക്ഷമായതോടെ കശ്മീരിലെ മഹാരാജാവ് ഹരിസിംഗ് ഇന്ത്യയിൽ നിന്നും സൈനിക സഹായം തേടി. 47 ഒക്ടോബർ 26 അദ്ദേഹം ലയനക് കരാറിൽ ഒപ്പുവെച്ചതിന് ശേഷം മാത്രമാണ് സൈനിക നടപടി ഇന്ത്യ യാഥാർത്ഥ്യമാക്കിയത്. സർദാർ വല്ലഭായ് പട്ടേൽ അടിയന്തരവും ഉറച്ചതുമായ സൈനിക പ്രതികരണത്തിനെ വാദിച്ചുകൊണ്ട് തിരച്ചിലേക്ക് പിന്നിൽ സജീവമായിരുന്നു. അങ്ങനെ ഇന്ത്യൻ സൈന്യം മുന്നേറി. പക്ഷേ പാക് അധിനിവേശ കാശ്മീർ അന്നത്തെ നെഹ്റു സർക്കാരിൻ്റെ പ്രേരണ കൊണ്ടവർ പിടിച്ചെടുത്തില്ല. ഒക്ടോബർ 27 ഇന്ത്യൻ സൈന്യക്കാരെ ശ്രീനഗറിലേക്ക് വിമാനത്തിലെത്തിച്ചു. അധിനിവേശക്കാരെ പിന്തിരിപ്പിക്കുകയും അങ്ങനെയാണ് ഒന്നാം ഇൻഡോ പാക് യുദ്ധത്തിന് തുടക്കമെടുക്കുകയും ചെയ്തത്. ഒടുവിൽ 49 ജനുവരിയിൽ അത് വെടിനിർത്തലിലേക്ക് ചെന്ന് അവസാനിച്ചു. കാശ്മീരിൻ്റെ യഥാർത്ഥ വിഭജനം അപ്പോഴായിരുന്നു. ഇതിന് പിന്നാലെയാണ് POK എന്ന പാക് അധിനിവേശ കാശ്മീർ ഉണ്ടായത്. കാശ്മീർ നയം അന്ന് പ്രധാനമായും കൈകാര്യം ചെയ്തത് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. കൂട്ടിന് ലോർഡ് മൗണ്ട് ബാറ്റൺ പ്രഭുവും. പിന്നെ ഇന്നത്തെ പോലെ തന്നെ അന്താരാഷ്ട്ര സമ്മർദ്ദം. അങ്ങനെ UN മധ്യസ്ഥതയിൽ ഒരു വെടിനിർത്തലിന് ജവഹർലാൽ നെഹ്റു സമ്മതിക്കുകയായിരുന്നു. എന്നാൽ സർദാർ പട്ടേൽ കശ്മീരിൻ്റെ ഒരു ഭാഗം പാക് നിയന്ത്രണത്തിലേക്ക് വിട്ടുകൊടുക്കുന്നത് ഇന്ത്യക്ക് എത്ര വർഷം കഴിഞ്ഞാലും അപകടകരമായൊരു വെല്ലുവിളിയാണെന്നും ഇന്ത്യൻ സൈന്യത്തിൻ്റെയും ഇന്ത്യൻ സർക്കാരിൻ്റെയും തന്ത്രപരമായ പിഴവായി കാലം അതിനെ വിളിക്കുമെന്നും അന്നേ വാദിച്ചു. പാക് അധിനിവേശ കാശ്മീരിനെ ഇന്ത്യയിലേക്ക് പൂർണ്ണമായും തിരിച്ചു കൊണ്ടുവരണമെന്നാണ് സർദാർ പട്ടേൽ ആഗ്രഹിച്ചത്. 1947 കാശ്മീർ സംഘർഷം കൈകാര്യം ചെയ്തതിൽ
ഇന്ത്യൻ സൈന്യത്തിൻ്റെയും സർക്കാരിൻ്റെ നിലപാടിൽ അദ്ദേഹം തൻ്റെ നിരാശ പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യൻ സൈന്യത്തെ നിയന്ത്രിച്ചിരുന്നത് സ്വാഭാവികമായും ഇന്നത്തെ പോലെ നെഹ്റു സർക്കാരാണ്. സർക്കാർ പറയുന്നതാണ് അന്നും സൈന്യം കേട്ടത്. പാകിസ്ഥാൻ അധിനിവേശത്തിൽ കുപിതനായ സർദാർ പട്ടേൽ കശ്മീർ തിരിച്ചുപിടിക്കാൻ നിർണായകമായൊരു സൈനിക നീക്കത്തിന് വീണ്ടും ബാധിച്ചു. ഇന്ത്യൻ സൈന്യം അക്കാലത്തിൽ നിശബ്ദരാക്കപ്പെട്ടതായാണ് അദ്ദേഹം അന്ന് വിശ്വസിച്ചത്. താൻ കശ്മീർ വിഷയം കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഈയൊരവസ്ഥ ഇന്ത്യക്ക് 47-ൽ ഉണ്ടാകില്ലായിരുന്നു എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ഒരിക്കൽ അദ്ദേഹം അത് തുറന്ന് പറയുകയും ചെയ്തു. 75 വർഷം മുമ്പ് അന്ന് പാക് അധിനിവേശ കശ്മീർ കൈയടക്കാൻ വന്ന മുജാഹിദീനുകളെ അന്നേ അടിച്ചൊതുക്കിയിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ ഏറ്റവും പുതുതായി പഹൽഗാമിലെ ഈയൊരു ക്രൂരമായ ആക്രമണമടക്കം ഇന്ത്യക്ക് കണ്ടുകൊണ്ട് നിൽക്കേണ്ടി വരില്ലായിരുന്നു എന്നാണിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും രാജ്യത്തെ ഓർമ്മിപ്പിക്കുന്നത്.